CPIM സംസ്ഥാന സമ്മേളന വേദിയിലാണ് ഞാനിപ്പോഴുള്ളത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും മോഹിപ്പിക്കുന്ന സമ്മേളന നടപടിക്രമങ്ങളാണ് സത്യത്തിൽ CPIMനുള്ളത്. കൃത്യമായി 3 വർഷത്തിലൊരിക്കൽ ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ അടുക്കും ചിട്ടയുമാർന്ന വിധത്തിൽ സംഘടനാ സമ്മേളനങ്ങൾ ചേരുകയും 3 കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങളെ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും വർത്തമാനകാല സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സമ്മേളനങ്ങൾ. നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരം നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്ന പാർട്ടികൾ വേറെയില്ല. ഇവിടെ CPIM സംസ്ഥാന സമ്മേളനം ചേരുന്ന സന്ദർഭത്തിൽ അത് റിപ്പോർട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഒട്ടൊന്നുമല്ല പ്രതിനിധി സഖാക്കളെ അതിശയിപ്പിക്കുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, എന്താണ് CPIMൻ്റെ സംസ്ഥാന സമ്മേളനം എന്നോ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നോ യാതൊരു ധാരണയുമില്ലാത്തവർ, CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് തന്നെ പേരിന് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകാത്തവർ, ഒരർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തകർ സ്വയം തുറന്നുകാട്ടുകയാണ് അവരുടെ അജ്ഞത. ഉച്ചത്തിൽ സംസാരിക്കുന്നതും ബഹളം കൂട്ടുന്നതും പരക്കം പാഞ്ഞ് ഓടി നടക്കുന്നതുമാണ് മാധ്യമപ്രവർത്തനമെന്ന് ഇവരെ ആരോ തെറ്റായി ധരിപ്പിച്ചിട്ടുണ്ട്. ഓരോ റിപ്പോർട്ടുകളും വിവരക്കേടിൻ്റെ ഉത്തമ മാതൃകകളായി മാറുകയാണ്. CPIM സംസ്ഥാന സമ്മേളനത്തിലെ നടപടിക്രമങ്ങളെക്കുറിച്ചോ CPIM പൊതുവായി ഉപയോഗിക്കുന്ന വാക്കുകൾ, അവയുടെ അർത്ഥം, ഇതിനെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാത്തവരാണ്. ഒരു ഉദാഹരണത്തിന്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു ഗ്രൂപ്പേ അറിയൂ. അത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഗ്രൂപ്പാണ്, കോൺഗ്രസിലെ ഗ്രൂപ്പാണ്, AI ഗ്രൂപ്പാണ്. എന്നാൽ CPIM സമ്മേളനത്തിൽ ഗ്രൂപ്പ് ചർച്ച എന്ന് പറയുന്നത് ഓരോ ജില്ലാ ഡെലിഗേഷനെയാണ്. ഇത് ഉദാഹരണമായി സൂചിപ്പിച്ചത് ഇങ്ങനെ സാധാരണ നിലയിൽ മാധ്യമപ്രവർത്തകർ തെറ്റിദ്ധരിക്കാനിടയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നലെ പല മാധ്യമങ്ങളും സംഘടനാ റിപ്പോർട്ട് എന്നാണ് കൊടുത്തത്. എന്താണ് സംഘടനാ റിപ്പോർട്ട്? എന്താണ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട്? എന്നാൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും പ്രാഥമികമായ ബോധവും നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ മഹാഭൂരിപക്ഷത്തിനും ഇല്ല. CPIM സംസ്ഥാന സമ്മേളനത്തിലെ റിപ്പോർട്ട് അതേപടി ഒരു മാധ്യമപ്രവർത്തകന് കിട്ടിയാൽ പോലും അത് വായിച്ചു മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ സാക്ഷരത നമ്മുടെ മാധ്യമപ്രവർത്തകർക്കില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നടക്കുന്ന ചർച്ചകൾ കൂടുതൽ കരുത്തോടെ CPIMനെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ നിലയിൽ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളാണ്. റിപ്പോർട്ടും ആ മാതൃകകളാണ് പിന്തുടരുന്നത്. എന്നാൽ ഇവിടെ പലരും റിപ്പോർട്ട് ചെയ്ത് കാണുന്നത് ചിലരെ വിമർശിച്ചു, ചിലരെ ഉപദേശിച്ചു, ചിലരെ പ്രശംസിച്ചു എന്നൊക്കെയാണ്. അടുത്ത നൂറ്റാണ്ടിൽ പോലും ഇത്തരക്കാരൊന്നും മാധ്യമപ്രവർത്തകരായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. കാരണം അവർ പഠിച്ച മാധ്യമപ്രവർത്തനം എന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജീർണതകളിൽ അഭിരമിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് മാത്രമാണ്. അങ്ങനെയുള്ളവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയവും CPIMും തൊടാനാവാത്ത മേഖലകളുമാണ്. എവിടെ നിന്നെങ്കിലും കിട്ടുന്നതിൻ്റെ അറ്റവും മുറിയും ഒപ്പിച്ചു പറയുകയും മത്സരബുദ്ധിയോടെ പച്ചക്കള്ളം പറയുകയും കൽപ്പിത കഥകൾ മെനഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു അപസർപ്പക സാഹിത്യകാരൻ്റെ നിലവാരത്തിലാണ് പല മാധ്യമങ്ങളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കള്ളം പറയുന്നതിൽ പുറകിലായി പോയാൽ ശമ്പളം കുറയുമെന്നോ മറ്റോ മാനേജ്മെൻറ്റ് ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്നറിയില്ല. മത്സരബുദ്ധിയോടെ കള്ളം പറയാൻ, കൽപ്പിത കഥകൾ ചമയ്ക്കാൻ മാധ്യമപ്രവർത്തകർ കൊല്ലത്ത് മത്സരിക്കുകയാണ്. അതിലേറ്റവും കൗതുകകരമായി തോന്നിയ ഒരു കാര്യം, മനോരമ ചാനൽ മുസ്ലിം ലീഗിനെ CPIM ഒപ്പം കൂട്ടാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാത്രി. എന്നാൽ ഇന്ന് രാവിലെ മനോരമ പത്രം കാണുമ്പോൾ ലീഗുമായി കൂട്ടില്ല എന്ന വാർത്ത 1-ാം പേജിൽ നൽകിയിരിക്കുകയാണ് മലയാള മനോരമ ദിനപത്രം. ചാനൽ പറയുന്നു ലീഗിനെ കൂട്ടുമെന്ന്, പത്രം പറയുന്നു ലീഗുമായി കൂട്ടില്ലെന്ന്. ഒരേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള 2 മാധ്യമങ്ങൾ തന്നെ പരസ്പര ധാരണയുടെ കുറവ് കൊണ്ടാവാം മത്സരിച്ച് കള്ളം പറയുന്നതിനിടയിൽ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്നു ചാടിയത്. സത്യത്തിൽ ലീഗിനെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല CPIM സമ്മേളനം ചേരുന്നത്. കേരളത്തിൽ CPIMനെ കൂടുതൽ കരുത്തോടെ നയിക്കുന്നത് സംബന്ധിച്ചാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ചിന്തിക്കുന്നതല്ല സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ CPIM സംസ്ഥാന സമ്മേളനത്തെ മലയാളികളാകെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന്
സംഘടനാ കാര്യങ്ങൾക്ക് പുറമെ നവകേരളത്തിൻ്റെ പുതുവഴികളെന്ന പുതിയ ഒരു രേഖ കൂടി ചർച്ച ചെയ്യുന്നു എന്നതാണ്. ആ രേഖ ഒരു വാചകത്തിൽ പറഞ്ഞാൽ 2026 വീണ്ടും അധികാരത്തിലെത്തും എന്നുറപ്പുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം പകർന്നു നൽകുന്ന പുതിയ ഗവൺമെൻറ്റിൻ്റെ അടിത്തറയായി മാറുന്ന ഒരു കേരള വികസന പരിപ്രേക്ഷ്യമാണ്. അത് ഏതെങ്കിലും വിഭാഗത്തെ ലക്ഷ്യമിടുന്നതല്ല, മൊത്തം കേരളത്തിൻ്റെയും സമഗ്ര വളർച്ചയ്ക്കുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാടും സമീപനവുമാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും വിധം ഒരു CPIM സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ കഴിയും വിധമുള്ള മാധ്യമ സാക്ഷരത നമ്മുടെ മാധ്യമ പ്രവർത്തകർ നേടിയെങ്കിൽ എന്ന് ആശിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. മാധ്യമ പ്രവർത്തകർ അല്പം കൂടി മാധ്യമ പ്രവർത്തനത്തെ ആദരവോടെ കാണണമെന്നും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുവായ ബോധ്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ സത്യമാണ് എന്ന ഉറപ്പും മാധ്യമ പ്രവർത്തനത്തിൻ്റെ അന്തസ് വർദ്ധിപ്പിക്കും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.